എന്താ അവൻ്റെ ഒരു അരപ്പില്ലേ, ഞാൻ ഇതുപോലെ അരച്ച മസാല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നല്ല ഫ്രഷ് മീനിൻ്റെ മേലോട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും പരട്ടിയതിന് ശേഷം നല്ല ചൂട് തവയിലേക്ക് അതങ്ങ് എടുത്ത് വെക്കണം. എന്നിട്ട് നല്ല ലൈറ്റായിട്ട് ചൂടാക്കി ഒരു കറക്റ്റ് വേവ് എത്തുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് പുറത്തോട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലിൽ ഒരു ചെറിയ പീസ് നുള്ളി വായിൽ വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ ബാംഗ്ലൂർ ഇതൊക്കെ കിട്ടാൻ ഇച്ചിരി വിളിക്കും അല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് വെറുതെ ഒന്ന് സൈഡിലോട്ട് തിരിഞ്ഞപ്പോൾ ബോംബ് കത്തിച്ച പോലെ അവനോട് തീ കത്തിച്ച്. ഇനി എന്താണോ അതിലിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ഞണ്ട്. ഓഹ് എൻ്റെ പടച്ചോനെ, ആ ഞണ്ട് കട്ട് ചെയ്ത് വെച്ച് ഞണ്ട് അതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അവൻ്റേതായിട്ടുള്ളൊരു മസാല ഇട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഓൻ്റെ വക തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും നല്ല കട്ട് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും അതിലിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്മെല്ല് വന്നിട്ട് അല്ലോ പടച്ചോനൊന്നും പറയേണ്ട കാര്യമില്ല. അതിൻ്റെ കൂടെ ഓൻ്റെ വക കുറച്ച് നെയ്യും അതിലോട്ടിട്ട് ഓൻ പറഞ്ഞതാണ് അത് ഗീ റോസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഗീ റോസ്റ്റ് ഞണ്ട് ഗീ റോസ്റ്റ്. ഇത്ര 5 മിനിറ്റ് കൊണ്ട് അവൻ സാധനം റെഡിയാക്കി തന്നു. ഇനി ഇതൊക്കെ ഇവിടെ കിട്ടുന്നുള്ളതായിരിക്കും അല്ലേ. നമ്മുടെ HSRലെ കോസ്റ്റൽ കറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കട ഉണ്ട്. അവിടുത്തെ മെനു കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇത്രയും ഐറ്റംസ് അവിടെ കിട്ടുന്ന അവർ പറഞ്ഞു. എന്താണെങ്കിലും നല്ല ഫ്രഷ് മീൻ ബാംഗ്ലൂർ കിട്ടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഈ കോസ്റ്റൽ കറി HSR സെക്ടർ 3.